എൻ്റെ കർത്താവിനുമായ നാമത്തിൽ കോടതി കേസുള്ളവർ, പോലീസിൽ കേസുള്ളവർ, അതെല്ലാം മോശമായ രീതിയിൽ മാറുന്നവരും, അതുപോലെ തന്നെ സത്യത്തിന് നിരക്കാത്ത വിധത്തിൽ കോടതിയിലും പോലീസ് സ്റ്റേഷനിലും ഒക്കെ നടപടിക്രമങ്ങൾ വരുമ്പോൾ ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാൻ പാടില്ല. വേദനിക്കുന്നത് തങ്ങൾക്ക് ആരുമില്ലല്ലോ, അതിന് കഴിവില്ലല്ലോ, പണമില്ലല്ലോ, വിദ്യാഭ്യാസമില്ലല്ലോ, ആരും തങ്ങൾക്ക് വേണ്ടി വാദിക്കാനില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് വേദനിച്ച് നൊമ്പരപ്പെടുന്നവരെ, ഭാരപ്പെടുത്തുന്നവരെ കർത്താവിൻ്റെ ചൈതന്യത്തിനെ സമർപ്പിക്കുന്നു. അവർക്ക് ദൈവം തന്നെ തുണയായി നിന്നുകൊണ്ട് ഞാൻ ഏത് കോടതിയിലായാലും കർത്താവിൻ്റെ സാന്നിധ്യത്തോടെ അനുഭവിക്കാനും ദൈവത്തിൻ്റെ പരിപാലനയ്ക്ക് അവർ സുവിശേഷത്തിൻ്റെ സാക്ഷികളാകാൻ അവരെ അനുഗ്രഹിക്കുന്ന പ്രാർത്ഥിക്കുന്നു. എഴുതുന്ന കുഞ്ഞുങ്ങൾ, ടെസ്റ്റുകൾ എഴുതുന്ന കുഞ്ഞുങ്ങൾ, പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങൾ, അതുപോലെ തന്നെ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്ന മക്കൾ, ഓരോരോ സ്പോർട്സ് കോമ്പറ്റീഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ റൈറ്റ് കോമ്പറ്റീഷൻസ് ഉണ്ട്, ഡോപ്പ് കോമ്പറ്റീഷൻസ് ഉണ്ട്, ഇൻ്റർവ്യൂകളുണ്ട്. ഇങ്ങനെയുള്ള എല്ലാം പങ്കെടുക്കുന്ന മക്കൾ, അവർക്ക് പലപ്പോഴും കണ്ട് അവരുടെ പ്രതിയോഗികളെ കണ്ട് പകച്ചു നിൽക്കുന്ന മക്കൾ, അവർക്ക് ശക്തി കൊടുക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് ഉന്നതമായ വിജയം നൽകി അവർ അനുഗ്രഹിക്കുകയും ചെയ്യാൻ പരിശുദ്ധ ദൈവം ഏൽപ്പിക്കുന്ന കല്യാണം ഒത്തുവരാത്ത മക്കൾ, ഒത്തിരി കല്യാണം നടക്കുന്ന സീസണിൽ പോലും ജീവിത പങ്കാളിയെ കിട്ടാതെ വിഷമിക്കുന്നവർ, വന്ന കല്യാണം പിരിഞ്ഞു പോണവർ, അകന്നു പോണവർ, കർത്താവെ അത് അലസിപ്പോകുന്നവർ, ഇങ്ങനെയുള്ള എല്ലാവിധത്തിലും ജീവിതം ഭാരപ്പെട്ടിരിക്കുന്നവരും, അതുകൊണ്ട് പള്ളിയിൽ പോകാതിരിക്കുന്നവരും, അതുകൊണ്ട് ദൈവത്തോട് അടുക്കാതിരിക്കുന്നവരും, പ്രാർത്ഥിക്കാതിരിക്കുന്നവരും, എന്തിനാ പ്രാർത്ഥിക്കണത് എന്ന് വിചാരിച്ചുകൊണ്ട് തങ്ങളുടെ പരാജയ അനുഭവങ്ങൾ തോന്നുകൊണ്ട് നടക്കുന്നവരും, ഇങ്ങനെ എപ്പോഴും തന്നോട് തന്നെ വെറുപ്പ്, എല്ലാവരോടും വെറുപ്പായിട്ട് ഇങ്ങനെ ഇരുട്ടുമുറിയെ സ്വന്തമായിട്ട് തളച്ചിട്ടിരിക്കുന്ന മക്കൾ കർത്താവിൻ്റെ നാമത്തിൽ അവർ പരിശുദ്ധം അവരെ സഹായിക്കുകയും അവരെ സന്ധിക്കുകയും ചെയ്യേണ്ട പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ, ഡിപ്രഷനുള്ള കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിനുമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ യാത്രക്കാരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. യാത്രയിലെ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അതെല്ലാം സഭകരിച്ച് തിരിച്ചു വരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാപുത്രനും പരിശുദ്ധാത്മാവിനും ആമേൻ.